ഹരി ഓം. ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 3-ാം അധ്യായം. ശ്രീശുക ഉവാച നാഭിരപത്യകാമോ പ്രജയാ മേരുദേവ്യ ഭഗവന്തം യജ്ഞപുരുഷം അവഹിതാത്മായജത. അതൊക്കെ ഇതാണ്, ശ്ലോകമല്ല, ഗദ്യത്തിൽ പറഞ്ഞിരിക്കുക. അപത്യകാമ എന്ന് വെച്ചാൽ അപത്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ, സന്താനത്തെ ആഗ്രഹിക്കുന്ന, കാമം എന്ന് വെച്ചാൽ ആഗ്രഹം. അപത്യകാമ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന, മക്കളെ ആഗ്രഹിക്കുന്ന, പുത്രന്മാരെ ആഗ്രഹിക്കുന്ന. നാഭി എന്ന് പറഞ്ഞാൽ ആളിൻ്റെ പേരാണല്ലോ. അഗ്നിധ്രൻ്റെ മൂത്ത പുത്രനാണ് നാഭി മുതലായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാഭി മുതലായ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് പിന്നെ ആദ്യം തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ. നാഭി അപ്രജയ മേരുദേവിയ, സന്താനഹീനയായ മേരുദേവിയോടുകൂടി അവഹിതാത്മ, ഉറപ്പിച്ച മനസ്സോടുകൂടിയവനായിട്ട് ഭഗവന്തം യജ്ഞപുരുഷനായ ഭഗവാനെ അയജത, യജിച്ചു, യജ്ഞം നടത്തി. യശസ്സിനെ, നാഭിയുടെ കീർത്തിയെ വിവരിക്കുന്ന ഈ 3-ാമത്തെ അധ്യായത്തിലെ വിഷയം തന്നെ അതാണ്. കഴിഞ്ഞ അധ്യായത്തിലേത് അഗ്നിധ്രൻ്റെ കഥ പറഞ്ഞു. ഇനി നാഭിയുടെ കഥ. അതായത് മേരുദേവിയിൽ മക്കളൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ പ്രജാഹീനരായ ദമ്പതിമാർ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച്, മക്കളെ ആഗ്രഹിച്ച്, പുത്രന്മാരെ ആഗ്രഹിച്ച് ഒരു യജ്ഞം നടത്തി. വളരെ ആലോചിച്ചതിന് ശേഷം നടത്തി. തസ്യ, അവിടെ ഒന്നും തിരുത്താനില്ല. നാഭിരപത്യകാമോ പ്രജയാമേരുദേവ്യ ഭഗവന്തം യജ്ഞപുരുഷം അവഹിതാത്മായജതാം. അയജത, ആത്മാ അയജത ഒന്നിച്ച് വായിച്ചാൽ മതി. തസ്യ ഹവ, അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. തസ്യ ഹവ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജത പ്രവർഗേഷു പ്രചരൽസു ദ്രവ്യ ദേശകാലം അന്ത്രഋത്വിക്. ദ്രവ്യകാലദേശ മന്ത്രഋത്വിക്, മന്ത്ര എന്നാണ് കേട്ടോ അത്. മന്ത്രഋത്വിക് ദ്രവ്യകാലദേശ മന്ത്രഋത്വിക് ദ്രവ്യദേശകാല ഋത്വിക് ദക്ഷിണാവിധാന യോഗോപപത്യ ദുരധിഗമോപി ഭഗവാൻ ഭാഗവതവാത്സല്യതയാ സുപ്രതീക ആത്മാനമപരാജിതം നിജജനാഭിപ്രേതാർത്ഥവിധിൽസയാ ഗൃഹീത ഹൃദയോ ഹൃദയംഗമം മനോനയനാനന്ദനാവയവാഭി അഭിരാമമാവിശ്ചകാര. മനോനയന, ആ വാക്കുകൾ ഒന്ന് പറഞ്ഞു തരാം. അവസാനത്തെ നമുക്കൊന്ന് ശരിക്കും ഒന്ന് നോക്കി പറയാമേ. മനോനയനാനന്ദനാവയവാഭിരാമം, മനസ്സിനും നയനങ്ങൾക്കും. മനോനയന, ആനന്ദത്തെ ഉണ്ടാക്കുന്ന, ആനന്ദനാവ അവയവ അഭിരാമം എന്നാണ് ആ വാക്ക്. അവയവങ്ങളാൽ മനോഹരവും എന്നാണ്. ഒന്നുകൂടെ വായിച്ചോ, നോക്കിക്കോളൂ ആ വാക്ക്. മനോനയന ആനന്ദനാവയവ അഭിരാമം. അതൊരു മാർജിനിൽ എഴുതിയിട്ടാലും കുഴപ്പമില്ല. അതൊന്നിൻ്റെ അടി വരച്ചിട്ട് മാർജിനിലൊന്ന് എഴുതിയിട്ടോ. മനോനയന ആനന്ദനാവയവ അഭിരാമം. കിട്ടിയില്ലേ എല്ലാം? ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് എഴുതിയിട്ടോളൂ, അപ്പോൾ ശരിയായിക്കോളൂ. ഒന്നുകൂടെ വായിക്കാം. തസ്യ ഹവ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജത പ്രവർഗേഷു പ്രചരൽസു ദ്രവ്യദേശകാലമന്ത്രഋത്വിക് ദക്ഷിണാവിധാനയോഗോപപത്യ ദുരധിഗമോപി ഭഗവാൻ ഭാഗവതവാത്സല്യതയാ സുപ്രതീക ആത്മാനമപരാജിതം നിജജനാഭിപ്രേതാർത്ഥവിധിൽസയാ ഗൃഹീത ഹൃദയോ ഹൃദയംഗമം മനോനയനാനന്ദനാവയവ അഭിരാമമാവിശ്ചകാരാം. ഹരി ഓം. ശ്രദ്ധയാ
വിശ്വാസത്തോടും ശുദ്ധഭാവേന ആശ്രയ വിശുദ്ധിയോടും. അത് അർത്ഥം അത് ഓരോ വാക്കിൻ്റെയും പറയണമെന്നില്ല, എല്ലാം ദ്രവ്യ ദേശ കാലം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ വാക്കും എടുത്തെടുത്ത്. ഭഗവാന്റെ ഒരു അനുഗ്രഹമുണ്ടായാൽ സകലതും സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടും ശ്രീനാരായണൻ സർവോത്തമൻ തന്നെയാണെന്ന ഭാവത്തോടും, അതുപോലെ ഭഗവത് ആരാധനാരൂപമായ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദ്രവ്യ ദേശ കാല ഋത്വിക മന്ത്രാദികൾ കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയില്ല. എങ്കിലും ഭഗവാൻ തന്നെ ഭക്തവാത്സല്യം കൊണ്ട് ഒരു ഭക്തൻ്റെ മനസ്സിലെ ആഗ്രഹത്തെ സാധിപ്പിക്കണമെന്നുള്ള ഇച്ഛയെ സ്വീകരിച്ചതുകൊണ്ട് അത് ഭക്തന്മാരുടെ ഹൃദയത്തെയും അവരുടെ കണ്ണുകളെയും അവയവങ്ങളെ ആനന്ദിപ്പിക്കുന്നതിന് സമർത്ഥമായ അവയവങ്ങളോടുകൂടി തൻ്റെ രൂപത്തെ ഹൃദയംഗമമായി വരത്തക്ക രീതിയിൽ പ്രത്യക്ഷമാക്കി. ആർക്കും അധീനത്തിന് അല്ലാതെ സ്വതന്ത്രനാണെങ്കിലും ഭക്തിയെ ആദരിക്കുന്ന ഭക്തൻ്റെ ആഗ്രഹങ്ങളെ ഭക്തന് തന്നെ നൽകുന്നു. ഒന്നും കൊടുത്തില്ലെങ്കിലും ഭഗവാൻ ഭക്തനാണെങ്കിൽ, ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉള്ളവനാണെങ്കിൽ, എന്നുവെച്ചാൽ അടിയുറച്ച ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാന് സമർപ്പിച്ച എല്ലാം ഭഗവാന്റെ കയ്യിൽ, ഞാൻ ആരുമല്ല, എന്നെക്കൊണ്ട് ഭഗവാൻ ഇത് ചെയ്യിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്ന ആളാണ് ഭക്തൻ. അല്ലാതെ അവിടെ വേറെ പ്രത്യേകിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നത്. കാരണം ബാക്കി എവിടെയെങ്കിലും നിന്നെങ്കിലും എനിക്ക് രക്ഷ കിട്ടുമെന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഭഗവാനിൽ കൊടുക്കുക, രക്ഷ കിട്ടുന്നതെല്ലാം നമുക്ക് നമ്മുടെ സമാധാനം, നമ്മുടെ സ്വസ്ഥത എല്ലാം ഭഗവാന്റെ കയ്യിലായിരിക്കുന്നത്. അത് ബാഹ്യ രൂപങ്ങളിൽ കൂടി വരുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ആണെന്ന് നമ്മൾ ആരോപിക്കുന്ന നമ്മളുടെ സ്വസ്ഥത, നമ്മുടെ സുരക്ഷ ഒക്കെ നമ്മളെ നമ്മളെ സംരക്ഷിക്കുന്നുവെന്ന് നമ്മൾ ആരോപിക്കുന്നത് അത് അവരിൽ കൊടുക്കുന്ന ആരാ? ഭഗവാനാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും ചെറുപ്പത്തിൽ ജീവിച്ചു, അത് കഴിഞ്ഞ് സ്ത്രീകളായതുകൊണ്ട് നമുക്ക് ഈ പിന്നെ വ്യാഖ്യാനത്തിൽ സ്ത്രീകൾ മാത്രം കേൾക്കുന്നതായതുകൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുന്നത് ഭർത്താക്കന്മാരായിട്ട് അവരെ കൂട്ടി നമ്മളെ വിവാഹം ചെയ്ത് വിട്ടു, അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ നമ്മളെ മക്കൾ പരിരക്ഷിക്കുന്നു എന്നൊക്കെയുള്ളൊരു നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ്? അവരാൽ ആണോ നമ്മൾ ശരിക്കും സംരക്ഷിക്കപ്പെടുന്നത്? ഭഗവാന്റെ ഇച്ഛയാണ് അല്ലേ? ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിലേ ആ ഭർത്താവിന് നമ്മളെ സംരക്ഷിക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ടാകും. ഏത് തരത്തിലാണെങ്കിലും, മനസ്സുകൊണ്ടാണെങ്കിലും, നമ്മളെ സാമ്പത്തികമായിട്ടാണെങ്കിലും, ആരോഗ്യപരമായിട്ടാണെങ്കിലും, ആ ആളിന് ഇതെല്ലാം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. ആരോഗ്യവും ആളിന് ധനവും ആളിന് മനസ്സും ഉണ്ടെങ്കിലേ നമുക്ക് സംരക്ഷണം കിട്ടൂ. അതെവിടെ നിന്ന് ആരാണ് കൊടുക്കുന്നത്? ആ ആളിന് നമ്മളോടുള്ള സ്നേഹം ആ ആളിൻ്റെ മനസ്സിൽ, നമ്മളെ സംരക്ഷിക്കുന്ന ആളിൻ്റെ മനസ്സിലും അത് അയാളിൻ്റെ കർത്തവ്യമാണെന്ന് തോന്നിപ്പിക്കുന്നതും ആരാണ്? ഭഗവാൻ. അപ്പം നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഭഗവാനെ ആശ്രയിക്കുക. ഈ ആളിന് നല്ല ബുദ്ധി കൊടുക്കണമെന്ന് നമ്മൾ വാർദ്ധക്യത്തിൽ ചെല്ലുമ്പോൾ മക്കളാണ് നമ്മളെ സംരക്ഷിക്കുന്നതെങ്കിൽ അവരാണെന്ന് നമ്മൾ പറയുന്നതാണ്. പക്ഷേ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈശ്വരനാണ് സത്യത്തിൽ. അപ്പം നമുക്ക് സത്യത്തിൽ നമ്മൾ ശരിക്കും ആശ്രയിക്കേണ്ടത് ഭഗവാനെയാണ്. ആ ഭഗവാനാണ് നമ്മളെ രക്ഷിക്കുന്നതെന്ന ഉത്തമ ബോധ്യമുള്ളയാൾ ആണ് ഭഗവാന്റെ ഭക്തൻ. അപ്പോൾ ഭക്തനെ സംരക്ഷിക്കേണ്ടത് അറിയാതെ തന്നെ ഭഗവാന്റെ നിയോഗമായിട്ട് ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ഈ ഇതിൻ്റെ അർത്ഥം. അത്രയും മനസ്സിലാക്കാം നമുക്ക്. അധഃ തമാവിഷ്കൃതഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കപിശ കൗശേയാംബര ധരമുരസി വിലസത് ശ്രീവത്സലലാമം ധരവര വനരുഹ വനമാലാച്ഛൂര്യമൃതമണിഗദാദി ഗദാദിഭിരുപലക്ഷിതം സ്ഫുടകിരണപ്രവരം മുകുടം കുണ്ടല കടകകടിസൂത്രഹാര കേയൂര നൂപുരാദി അംഗഭൂഷണ വിഭൂഷിതം ഋത്വിക് സദസ്യ ഗൃഹപതയോധന ഇവോത്തമ ധനമുപലഭ്യ സബഹുമാനം അർഹണേന അവനത ശീർഷാണ ഉപതസ്തുഃ. ആവിഷ്കൃതഭുജയുഗളദ്വയം അധഃ തം ആവിഷ്കൃത ഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കപിശ കൗശേയാംബരധരസി ഉരസി വിലസത്
കപിശ കൗശേയാംബരധരം ഉരസി വിലസത് ശ്രീവത്സലലാമം ദരവര വനരുഹ വനമാലാച്ഛൂര്യമൃതമണിഗദാദിഭിരുപലക്ഷിതം. ദരവര വനരുഹ വനമാലാച്ഛൂര്യമൃതമണിഗദാദിഭിः ഉപലക്ഷിതം. സ്ഫുടകിരണ പ്രവര മുകുടകുണ്ടല കടക കടിസൂത്ര ഹാരകേയൂര നൂപുരാദി അംഗഭൂഷണ വിഭൂഷിതം ഋത്വിക് സദസ്യ ഗൃഹപതയോധന. ഇവോത്തമധനം ഉപലഭ്യ സ ബഹുമാനമർഹണേന അവനത ശീർഷാണ ഉപതസ്തുഹോ. ഞാൻ ഈ പറഞ്ഞത് ആ വാക്കുകളൊക്കെ പിരിച്ചു പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ പെൻസിൽ കൊണ്ടൊന്ന് എഴുതി ശരിയാക്കിയാൽ മതി. അതായത് പ്രത്യക്ഷമായിരിക്കുന്ന ആ ഭഗവത് രൂപത്തെ ആണ് ഇവിടെ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന പോലെ 4 തൃക്കൈകളോടും അവയിൽ ഓരോന്നിനകത്ത് ഓരോന്ന് പിടിച്ചിട്ടുണ്ട്. ആയുധങ്ങളെ പ്രകാശിപ്പിച്ച് പിന്നെ മഞ്ഞ വസ്ത്രം ഉടുത്തതും ഉത്തരീയമായിട്ട് ധരിച്ചതും പിന്നെ ശ്രീവത്സം എന്ന മറുക് മാറിൽ പ്രകാശിപ്പിച്ച് ഇരിക്കുന്നതും പിന്നെ വനമാല, ഭഗവാന്റെ വനമാല, ഗംഭീരമായ ആ വനമാല, അതുപോലെ തന്നെ വേറെ വളരെ പ്രഭ തോന്നിക്കുന്ന കിരീടമുണ്ട്, കുണ്ടലങ്ങളുണ്ട്, അരയിൽ അരഞ്ഞാണമുണ്ട്, മാറിൽ മുത്തുമാലകളുണ്ട്, പിന്നെ തോൾവളകൾ, പാദസരങ്ങൾ മുതലായ ആഭരണങ്ങളാൽ ഓരോ അതത് അവയവങ്ങളെ, അതായത് ഓരോ അവയവങ്ങൾക്ക് ധരിക്കേണ്ടതായ അലങ്കാരങ്ങളെയൊക്കെ അലങ്കരിച്ചും തേജോമയനായി പ്രത്യക്ഷനായിരിക്കുന്ന ആ ഭഗവാനെ ഋത്വിക്കുകൾ എന്ന് വെച്ചാൽ യജ്ഞം ചെയ്യുന്നവരാണ് ഋത്വിക്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ പൂജാരിമാരെന്നൊക്കെ പറയത്തില്ല, അതാണ് ഋത്വിക്കുകൾ. അതുപോലെ സദസ്സിൽ മുഴുവൻ ഇരിക്കുന്നവർ, പിന്നെ ഋത്വിക്കുകൾ സദസ്യന്മാർ എന്നാ കണ്ടോ, ഋത്വിക് സദസ്യ. നൂപുരാദി അംഗഭൂഷണ വിഭൂഷിതം ഋത്വിക് സദസ്യ ഗൃഹപതയോധന. യജമാനനായ നാഭി, അവിടെ നാഭിയാണല്ലോ നടത്തുന്ന യജ്ഞം, അത് യജമാനനായ നാഭി. അതുപോലെ അതിദരിദ്രന്മാരെ ഉത്തമനിധി എന്ന പോലെ തീരെ ഒന്നുമില്ലാത്ത ഒരാളിന് നിധി കിട്ടിയതുപോലെ ഭഗവാനെ കണ്ട ഉടനെ ബഹുമാന പുരസ്സരം അർഘ്യം സമർപ്പിച്ചു, ഭഗവാനായിട്ട് അർഘ്യം കൊടുത്തു, ഉപചാര ഇത് കൊടുത്തു, വിനയം കൊണ്ട് തല താഴ്ത്തി നമസ്കരിച്ച് സ്തുതിച്ചു. ഇത്രയേ ഉള്ളൂ. ഋത്വിജ ഊജുഹോം അർഹസി മുഹുർ അർഹത്തമ അർഹണമസ്മാകമനുപധാനാം നമോ നമ ഇത്യേതാവത് സതുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതി ഗുണവ്യതികരമതിരനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതി പുരുഷയോരർവാഗതന്നാഭിർനാമരൂപാകൃതിഭി. രൂപനിരൂപണം. അർഹസി മുഹുരർഹത്തമ, അർഹത്തമ അല്ല മഹാപൂജ്യനായവനെ, അനുപധാനാം അർഹത്തമ അർഹണം അസ്മാകം അനുപധാനാം, അസ്മാകം അർഹണം പൂജയെ മുഹു സ്വീകർത്തും അർഹസി സ്വയമേവ സ്വീകരിപ്പാൻ അങ്ങ് അർഹനാണ്. നമോ നമ, നമസ്കാരം നമസ്കാരം. അങ്ങനെയാണ് നമസ്കരിച്ചതിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളേ. ആ വാക്കുകൾ നമ്മളൊന്ന് പരിചയപ്പെട്ടു പോകുന്നത്. ആ ഋത്വിക്കുകൾ ഭഗവാനെ പിന്നെ നമസ്കരിച്ചു. അനീശ ക പുമാൻ പ്രകൃതി പുരുഷയോ ഈശ്വരസ്യ രൂപനിരൂപണം അർവാക്തനാഭി പിമ്പുണ്ടായിരിക്കും നാമരൂപാകൃതിഭി കർത്തും അർഹതി. അവർ ചെയ്തു. അതിനാൽ അങ്ങനെ സ്തുതിപ്പാൻ സാമർഥ്യം ഞങ്ങൾക്കില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് അവർ സ്തുതിക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാ വാക്കുകളും കിട്ടിയല്ലോ. എന്നോട് വായിക്കാം. അർഹസി മുഹുർ അർഹത്തമ അർഹണം അസ്മാകം അനുപധാനാം നമോ നമ ഇത്യേതാവത് സതുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതി ഗുണ വ്യതികരം അതിരനീശ ഈശ്വരസ്യ
പരസ്യ പ്രകൃതി പുരുഷയോരർവാക് തന്നാഭിർനാമ രൂപാകൃതിഭി രൂപനിരൂപണം. പ്രകൃതി ഗുണവ്യതികരം അതിരനീശ കേട്ടോ. പ്രകൃതി ഗുണവ്യതികരമതിരനീശ ഈശ്വരസ്യ. 5 സകലജനനികായ വൃജിന നിരസന ശിവതമ പ്രവര ഗുണഗണൈക കഥനാതൃതേ സകലജനനികായ വൃജിന നിരസന ശിവതമ പ്രവര ഗുണഗണൈകദേശ ഗുണഗണ ഏകദേശ കഥനാതൃതേ പ്രവര ഗുണഗണൈകദേശ കഥനാതൃതേ. കഥനാത് ഋതേ എന്നാണ് വാക്ക്. കഥനാത് ഋതേ. സകല ജനനികായ എല്ലാ ജീവജാലങ്ങൾക്കും ജനസമൂഹത്തിനും വൃജിന നിരസന ആ പാപത്തെ ഇല്ലാതാക്കാൻ ശിവതമ വളരെയധികം മംഗളമായ പ്രവര എന്നുവെച്ചാൽ പ്രവരനായ ശ്രേഷ്ഠനായ ഗുണഗണൈക ദേശകഥനം ഗുണഗണങ്ങളുടെ ഏകദേശത്തെപ്പറ്റി അറിയുക. ഹൃദയ അതൊഴികെ ഇത്രയേ ഉള്ളൂ. പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലിലസിത കിസലയ തുളസിക ദൂർവാങ്കുരൈരപി സംഭൃതയാ സപര്യയാ കില പരമ പരിതുഷ്യസി. പരിജനാനുരാഗ ഭൃത്യജനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിരചിതം ചെയ്യപ്പെട്ടത് ശബള സംശബ്ദ അതായത് ഇടറിയ അക്ഷരങ്ങളോടുകൂടി സ്തുതിച്ചു. അതാണ് ആ ഭഗവാനെ കണ്ടതിൻ്റെ സന്തോഷം കൊണ്ട് അവർക്ക് വാക്കുകൾ ഗദ്ഗതമായിട്ട് പറഞ്ഞു. സലിലം ജലം, സിതകിസലയം കോമളങ്ങളായ ഇതളുകൾ, അങ്കുരം യവങ്ങളുടെ ആ മുള അങ്കുരിച്ചു വന്നെന്ന് പറയില്ലേ, മുള പൊട്ടി വന്നു. സംഭൃതം സമ്പാദിക്കപ്പെട്ടത്, സപര്യ പൂജ, പരിതുഷ്യസി അതിന് വളരെ സന്തോഷിക്കുന്നു. ആ ഭഗവാന്റെ പരിപൂർണ സ്വരൂപനാണ്. ആ ഭൃത്യന്മാർ വളരെ ഭക്തിയോടുകൂടി ചെയ്യുന്ന ഏത് വാക്കുകൾ കൊണ്ടുള്ള സ്തുതിയാണോ അതെല്ലാം ഭഗവാന് സന്തോഷപൂർവ്വം സ്വീകരിക്കും. അവർ സമർപ്പിക്കുന്ന എന്തൊക്കെയാണ്? ജലം, പത്രം, തുളസി, ദുർവാ, യവാങ്കുരം, അങ്കുരം ഉണ്ട്. അങ്കുരൈരവി, യവാങ്കുരം ആ പൂജയിൽ ഉണ്ടാകുന്നതല്ല എന്നിവയോടുകൂടി പൂജയാലും ഏറ്റവും സന്തോഷിക്കുന്നു. അത് ഭഗവാന്റെ ഒരു സ്വഭാവമാണല്ലോ. അധാനയാപിന്ന ഭവത ഇജ്ജയോരു ഭാരഭരയ സമുചിതമർത്ഥമിഹോപലഭാമഹേ. ഒരു ഭാരഭരയ വളരെയധികം വളരെ പല കാര്യങ്ങൾ കൊണ്ട് സമ്പാദിക്കപ്പെട്ട അനയാ ഇജ്ജയ അനയാപി ഇജ്ജയ അപി അനയാപി ന ഭവത ഇജ്ജയോരു ഭാരഭരയ എന്നാണ് ആ വാക്ക് അത് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭാരഭരയ അനയാ ഇജ്ജയ അപി ഉണ്ടോ. അനയാപി എന്നുള്ളതാണ്. അനയാ അപി ന ഭവ അങ്ങനെയാ. ഇജ്ജയ അപി ഈ പൂജ കൊണ്ടും അനയാന്ന് വായിച്ചോണം. അതെ. അനയാപി ന ഭവത ഇജ്ജയോരു ഭാരഭരയ സമുചിതമർത്ഥം ലഭാമഹേ. അതുപോലെ പരമമായ സ്നേഹം അത് ശുദ്ധമല്ലാതിരിക്കുന്ന പക്ഷം വളരെയധികം സാധനങ്ങൾ സമ്പാദിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പൂജയാലും അതുപോലെ തന്നെ ഉചിതമല്ലാതെ പ്രയോജനം എന്തെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നതുമില്ല. ഒന്നും ഭഗവാൻ തരുമെന്ന് ഓർക്കുന്നുമില്ല. വളരെ സ്നേഹപൂർവ്വം പൂജയെ സ്വീകരിക്കുന്നുവെന്നല്ലാതെ ഈ ഈശ്വരന് അതുകൊണ്ടൊരു പ്രയോജനവുമില്ലെന്ന് സാരം. ഈ പ്രത്യേക പൂജകൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞതല്ല. ഈ പുസ്തകത്തിനകത്ത് അതിനകത്ത് പറഞ്ഞ ഈ പ്രത്യേകം പൂജ ചെയ്യുന്നത് കൊണ്ട് അത് ഭഗവാൻ സ്വീകരിക്കുന്നു, ശരിയാ. പക്ഷേ അത് പ്രത്യേകം ഞങ്ങളുടെ എടുക്കോ ഈ സാധനങ്ങൾ കൊണ്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ഇതുകൊണ്ടോ ഭഗവാനൊന്നും വേണ്ട. അതുകൊണ്ടല്ല
ഭഗവാൻ സന്തോഷിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. സാധനങ്ങളൊന്നും ഭഗവാന് വേണ്ട. പക്ഷേ ഭഗവാനെ ഭക്തിയോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് അത് എന്ത് കാണിച്ചാലും ഭഗവാനെ ഭക്തിയോടുകൂടി എന്ത് ചെയ്താലും ഭഗവാൻ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഈ പരിപൂർണ സ്വരൂപനായ പരിശുദ്ധം അല്ലാതിരിക്കുന്ന പക്ഷം, അതായത് പൂജയും ഉള്ളിലുള്ള ഭക്തിയും പരിശുദ്ധമല്ലാതിരിക്കുന്ന പക്ഷം ഇതൊന്നും ഭഗവാന് വേണ്ട. പക്ഷേ ഭഗവാൻ ആ ഭക്തിയോടുകൂടി ചെയ്യുന്നതുകൊണ്ടാണ് സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഋത്വിക്കുകൾ പറയുന്നതാണ് ഈ നമസ്കരിക്കുന്നില്ല. നമസ്കാരം എന്ന് പറഞ്ഞ ആദ്യം ആ നമസ്കാരത്തിൻ്റെ ബാക്കി ഭാഗം ഋത്വിക്കുകളുടെ വാക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളതൊന്നും വലിയ പ്രയോജനം, അങ്ങയ്ക്കിത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങയ്ക്കിതൊന്നും വേണ്ടിയിട്ടുമല്ല. പക്ഷേ ഞങ്ങൾ തരുന്നത്, ഞങ്ങൾ ഭക്തിയോടെയാണ് തരുന്നതെങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കുന്നതേ ഉള്ളൂ. അല്ലേ, നമുക്ക് വേണ്ടാത്തൊരു സാധനമാണെങ്കിൽ ഒരാൾ സന്തോഷത്തോടെ തന്നാൽ നമ്മളത് സ്വീകരിക്കും. എനിക്കിത് വേണ്ട, അവർക്ക് സങ്കടമാകുകയില്ലേ അത് അങ്ങനെ വാങ്ങിക്കാതിരുന്നാൽ. അതുകൊണ്ടാണ് നമ്മൾ പലതും അങ്ങനെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ഇതൊന്നും വലിയ ആവശ്യമൊന്നുമല്ല. പക്ഷേ നിരസിക്കുന്നില്ല, നിങ്ങൾ തരുന്നത് നിരസിക്കുന്നില്ല, ഞാൻ സ്വീകരിക്കുന്നു എന്ന് വരുത്തുന്നതേ ഉള്ളൂന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാണ് പറഞ്ഞത്. ആത്മനയേവാനുസവനം അഞ്ജസാവ്യതിരേകേണ അവ്യതിരേകേണ എന്ന് വായിക്കണം. ആത്മനയേവാനുസവനം അഞ്ജസാവ്യതിരേകേണ ഭൂയമാനാശേഷ പുരുഷാർത്ഥസ്വരൂപസ്യ കിന്തുനാഥ ആശിഷ ആശാസാനാനാമേതത് അഭിസംരാധനമാത്രം ഭവിതുമർഹതി. ആശിഷ ആശാസാനാനാം അസ്മാകം ഏതത് അഭിസംരാധനമാത്രം ആദരപൂർവമായ പൂജയായിട്ട് ആരാധനമായിട്ട് ഭവിതുമർഹതി ഭവിപ്പാൻ യോഗ്യമാകുന്നു. സകല പുരുഷാർത്ഥങ്ങളുടെയും എല്ലാ പുരുഷാർത്ഥങ്ങളും മോക്ഷം അർത്ഥകാമ മോക്ഷാദികളായ പരമാർത്ഥ വാസസ്ഥാനം ഭഗവാനാണ്. നിരന്തരം ഒട്ടും ഭിന്നമല്ലാത്ത ഞാനും നീ എന്നുള്ള ആ വ്യത്യാസമില്ലാത്ത ഭാവത്തിൽ വർദ്ധിച്ചു വരുന്ന പുരുഷാർത്ഥങ്ങളുടെ ആത്മാവിൽ നിന്ന് വരങ്ങളെ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഈ തരത്തിലുള്ള പൂജ ചെയ്യുന്നുവെന്ന് മാത്രമേ ഇതിനെപ്പറ്റി അങ്ങ് കരുതേണ്ടതുള്ളൂ. ഞങ്ങളുടെ ആ കർമ്മം, ഞങ്ങളുടെ ജോലി അനുസരിച്ച് ഞങ്ങൾ ഇത് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങയുടെ പ്രയോജനത്തിനായിട്ടല്ല ഞങ്ങളുടെ പൂജ, അങ്ങയ്ക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ അങ്ങേ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങ് എല്ലാ സർവ്വഗുണസമ്പന്നനാണ്, പ്രത്യേകിച്ച് ചെയ്തു തന്നില്ലെങ്കിലും ഞങ്ങളുടെ ഗുണത്തിനാണെന്നാണ്. അങ്ങിൽ നിന്ന് ഞാൻ അനുഗ്രഹം ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള ആളുകൾ സ്വാമിയുടെ മുമ്പാകെ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യത്തിൻ്റെ സ്ഥാനത്തിൽ മാത്രം ഈ പൂജാദ്രവ്യങ്ങളെ സമർപ്പിക്കുന്നു. അതാണ് അവരെ എളിമയോടെ പറയുക. അങ്ങയ്ക്കിത് ആവശ്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളുടെ ആവശ്യം നിറവേറ്റാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. തദ്യഥാ ബാലിശാനാം സ്വയമാത്മന ശ്രേയ പരമവിദുഷാം പരമപുരുഷ പ്രകർഷകരുണയാ സ്വമഹിമാനം ചാപവർഗാഖ്യം ഉപകൽപ്പയിഷ്യൻ സ്വയം നാപചിത ഏവേതരവദിഹോപലക്ഷിതഃ ഇഹ ഉപലക്ഷിതഃ ഇതരവത് ഏവ ഇതരവത് ഇഹ ഉപലക്ഷിത ഇതരവത് ഇഹ ഉപലക്ഷിത. തത് യഥാ എന്ന കേട്ടോ, അത് അറിയാം. തത് യഥാ ബാലിശാനാം യഥാ മൂഢന്മാർക്ക് എന്ന പോലെ പ്രകർഷ കരുണ കൊണ്ട്, വളരെയധികം ശ്രേഷ്ഠമായ കരുണ കൊണ്ട്, അപവർഗാഖ്യം മോക്ഷമെന്നു പേരായ സ്വമഹിമാനം അങ്ങയുടെ മഹിമയെ ഉപകൽപ്പയിഷ്യൻ അപവർഗാഖ്യം ഉപകൽപ്പയിഷ്യൻ. എല്ലാ വാക്കും കിട്ടിയില്ലേ? മിക്കവാറും എല്ലാം വന്നല്ലേ. നാപചിത ഏവേതരവത് ഇഹോപലക്ഷിത. ഏവ ഇതരവത്
ഒന്നിച്ച് വായിച്ചാൽ മതി ഇതൊക്കെ കേട്ടോ. ഏവ ഇതരവത ഇഹ ഉപലക്ഷിത തദ്യഥ. അതുകൊണ്ട് പരമാനന്ദ സ്വരൂപ അവരവരുടെ ശ്രേയസിനെക്കുറിച്ച് അറിയില്ലാത്ത മൂഢന്മാരായ മന്ദബുദ്ധികളായ പുത്രന്മാരുടെ നേരെ പിതാക്കന്മാരെന്ന പോലെ, അപ്പോൾ അവന് അറിവില്ലാത്തത് കൊണ്ടാണല്ലോ കാണിക്കുന്നതെന്ന് പിതാവിനറിയാം. അതുപോലെ ഒരു പ്രയോജനത്തെയും അപേക്ഷിക്കാതെ തന്നെ ഭഗവാൻ പ്രയോജനം കാംക്ഷിക്കുന്ന ഒരു സാധാരണ ജനത്തെപ്പോലെ ഞങ്ങളിൽ കരുണയുണ്ടായിട്ട് അങ്ങയുടെ പരമാനന്ദ സ്വരൂപത്തെ മോക്ഷം, അതായത് അങ്ങയുടെ സ്വരൂപം മോക്ഷമാണ്, ഞങ്ങൾക്ക് നൽകുവാനായിട്ട് സ്വന്തം ഇച്ഛ കൊണ്ട് അങ്ങയുടെ സ്വന്തം ആഗ്രഹത്താൽ അങ്ങ് സ്വന്തം വിചാരിച്ചത് കൊണ്ട് ഇവിടെ പ്രത്യക്ഷനായിരിക്കുന്നത് നമുക്കറിയാം അല്ലേ. ഭഗവാൻ പ്രത്യക്ഷനാണെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം, നമ്മൾ വിചാരിച്ച വരില്ല. ഭൃത്യന്മാർക്ക് സ്നേഹം കൊടുക്കുന്നവൻ, ഭൃത്യവർഗത്തെ സന്തോഷിപ്പിക്കുന്നവനായ തന്നെ അങ്ങ് എന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ഭഗവാൻ ഇവിടെ വന്നെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അധായമേവ 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 അയമേവ അധായമേവ വരോ ഹി അർഹത്തമ യർഹി ബർഹിഷി രാജർഷേർവരദർഷഭോ ഭവാൻ നിജ പുരുഷേക്ഷണ വിഷയ ആസീത്. അതുപോലെ പൂജ്യന്മാരിൽ വെച്ച് പൂജ്യനായുള്ളവനെ, രാജർഷിയായിട്ടുള്ള നാഭി നടത്തുന്നതായിട്ടുള്ള ഈ യാഗത്തിൽ ഞങ്ങളുടെ നേത്രങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഉത്തമ രൂപത്തെ പ്രദർശിപ്പിച്ചു എന്നത് അത് തന്നെ പരമാനുഗ്രഹമായിരിക്കുന്നു. അത് ഭഗവാൻ ആ രൂപത്തിൽ വന്നത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നു. വരം ദാനം ചെയ്യുവാൻ യോഗ്യന്മാരായ ത്രിമൂർത്തികളിൽ വെച്ച് ഉത്തമനായ അങ്ങയ്ക്ക് ഒരു പൂജയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാമർഥ്യമില്ല, ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് നൽകിയ ഈ പ്രത്യക്ഷപ്പെടൽ, ഭഗവാനെ കാണാൻ സാധിച്ചത് അനുഗ്രഹമായി. ഇതിലധികം ഒന്നും തന്നെ സന്തോഷമുണ്ടാകാനില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അനുഗ്രഹീതരായി എന്ന് പറയുന്നു. ഈ നാഭി നടത്തിയ യജ്ഞത്തിൽ ഭഗവാനെ കാണാൻ സാധിച്ച ഋത്വിക്കുകൾ സ്തുതിക്കുന്ന സ്തുതിയിലെ ഒരു ഭാഗം. അസംഗനിശിത ജ്ഞാനാനല വിധൂതാശേഷമലാനാം ഭവദ് സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമ മംഗളായന ഗുണഗണ കഥനോസി. അസംഗം നിശിത ജ്ഞാനാനല വിധൂതാശേഷ. ജ്ഞാനാനല എന്ന് വെച്ചാൽ ജ്ഞാനമാകുന്ന അഗ്നി, അറിവെന്ന് പറയുന്ന അഗ്നി. വിധൂതം ഇല്ലാതാക്കപ്പെട്ട, അശേഷം അലം സകല, മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്, ചീത്ത എന്ന് വെച്ചാൽ സകല ദോഷം. ഭവൽ സ്വഭാവം അങ്ങയുടെ സ്വഭാവത്തെ പോലെ. ആത്മാരാമ ആത്മാവിൽ രമിക്കുന്നവൻ. അനവരത പരിഗുണിത ഗുണഗണ എപ്പോഴും ആവർത്തിക്കപ്പെട്ട ഗുണസമൂഹങ്ങളോട് കൂടിയ ഗുണത്തിൻ്റെ ഒരു കൂട്ടത്തോടു കൂടിയവൻ. പരമ മംഗളായന ഗുണഗണ കഥന. പരമമംഗളങ്ങളുടെ സ്ഥാനമായ ഗുണഗണത്തിൻ്റെ കീർത്തനത്തോട് കൂടിയവൻ. അസി ഭവിക്കുന്നു. ഒന്നുമില്ല, അതിനകത്ത് എല്ലാ വാക്കുകളും നമ്മൾ പറഞ്ഞു, ശരിയാ. അസംഗ നിശിത ജ്ഞാനാനല വിധൂതാശേഷമലാനാം, മലാനാം തന്നെയാണ്. ഭവസ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമ മംഗളായന ഗുണഗണ കഥനോസി. 12. അധ കഥഞ്ചിത് സ്ഖലന ക്ഷുത്പതന ദൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാം ന സ്മരണായ ജ്വരമരണദശായാം അപി സകല കശ്മല നിരസനാനി തവ ഗുണകൃത നാമധേയാനി ഭജനഗോചരാണി ഭവന്തു. ഭഗവാന്റെ വളരെ ദുർലഭമായ ദർശനം സിദ്ധിച്ചത് വളരെ പ്രസാദമായിട്ട് തന്നെ കരുതുന്നു. അതുപോലെ വാസനാബലം നിമിത്തം അങ്ങയുടെ ഗുണഗണങ്ങളെ സൂചിപ്പിക്കുന്ന നാമധേയങ്ങൾ ഞങ്ങളുടെ വാക്കിന് വിഷയമായി ഭവിക്കുന്നു എന്നൊക്കെ അവർ അങ്ങ് പറയുന്നതേ ഉള്ളൂ. അത് വായിക്കാൻ ശരിക്കും പഠിച്ചാൽ മതി. അവരുടെ സ്തുതിയിൽപ്പെട്ട ഒരു ഇതെന്നേ ഉള്ളൂ. അധ കഥഞ്ചിത് സ്ഖലന ക്ഷുത്പതന
ജൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാന ന സ്മരണായ ജ്വരമരണദശായാം അപി സകല കശ്മല നിരസനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു. 13. കിഞ്ചായം രാജർഷിരപത്യകാമ പ്രജാം ഭവാദൃശീമാശാസാന ഈശ്വരമാശിഷാം സ്വർഗാപവർഗയോരപി ഭവന്തം ഉപധാവതി പ്രജായാമർത്ഥപ്രത്യയോ ധനദം ഇവാധന ഫലീകരണം. കിഞ്ചായം കിം ച അയം രാജർഷിരപത്യകാമ പ്രജാം ഭവാദൃശം ഈശാസാന ഈശ്വരമാശിഷാം സ്വർഗാപവർഗയോരപി ഭവന്തം ഉപധാവതി പ്രജായാം അർത്ഥപ്രത്യയോ ഇവ അധന ഫലീകരണം. ആശാസാന അധന എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തവൻ, ദരിദ്രൻ. ആശാസാന അധന, ആഗ്രഹിക്കുന്ന ദരിദ്രൻ, ധനത്തെ ആഗ്രഹിക്കുന്ന ദരിദ്രൻ. ധനദം ഇവ, ധനദാത, ധനം കൊടുക്കുന്നവനെ പോലെ. ഭവാദൃശീം പ്രജ, അങ്ങയോടുള്ള തുല്യനായ പ്രജയെ ആശാസാന ആഗ്രഹിക്കുന്നവനായിട്ട് ഈശ്വരം സ്വാമിയായ അങ്ങയെ ഉപധാവതി ഞങ്ങൾ പൂജിക്കുന്നു. 14. കോ വായിഹ തേ പരാജിതോ പരാജിതയാ മായയാന അവസിതപദൻ വ്യാനാവൃതമതിർ വിഷരയാനാവൃത പ്രകൃതിര അനുപാസിതമഹച്ചരണ. കോ വാ ഇഹ തേ അപരാജിതയാ മായയാ അനവസിത പദവ്യാ അനാവൃതമതി വിഷരയാനാവൃത വിഷയങ്ങളാകുന്ന വിഷങ്ങളുടെ വിഷരയാനാവൃത വേഗത്തിൽ മറയ്ക്കപ്പെട്ട പ്രകൃതിയോടുകൂടിയവൻ. അനുപാസിത മഹച്ചരണ, മഹാന്മാരുടെ പാദങ്ങളെ ഉപാസിക്കാത്തവരാണെന്ന് വരികിൽ ക ആരിയ്ക്കുന്നു, ആരാണിരിക്കുന്നത്? കഹ, ചോദ്യം. ക കോ വാ ഇഹ തേ പരാജിതോ പരാജിതയാ മായയാനവസിത പദവ്യ അനാവൃതം അതിർ വിഷരയാനാവൃത പ്രകൃതിരനുപാസിതമഹച്ചരണ. അപരാജിതയ അനവസിത പദവ്യ അനാവൃതമതിർ വിഷരയാനാവൃത പ്രകൃതിരനുപാസിതമഹച്ചരണ. അത്രയേ ഉള്ളൂ. 15. യദുഹ വാവ തവ പുനരാദഭ്ര കർത്തരിഹ സമാഹൂതസ്തത്രാർദ്ധധിയാം മന്ദാനാം നസ്തദ്യദ്ദേവഹേളനം. അതഭ്രകർത്ത യത് ഇഹ സമാഹൂത ദേവദേവ തത്രാർത്ഥധിയാം. പുനരദഭ്രകർത്തരിഹ സമാഹൂത തത്രാർത്ഥധിയാം. സ വെട്ടിക്കളഞ്ഞേച്ച് യദുഹ വാവ തവ പുനരദഭ്രകർത്തരിഹ സമാഹൂതഃ തത്രാർത്ഥധിയാം. അസ വെട്ടിക്കളഞ്ഞത്. അപ്പം നമുക്ക് വായിക്കാൻ എളുപ്പമുണ്ട്. സമാഹൂത തത്രാർത്ഥധിയാം മന്ദാന നഹ തദ് യത് തത് മന്ദാനാം നഹ തദ് യദ്ദേവഹേളനം. യത് ദേവഹേളനം. ആ വാക്കുകൾ നഹ തത് യത് ദേവഹേളനം നസ്തദ്യദ്ദേവഹേളനം. ഇപ്പം കിട്ടിയില്ലേ? നഹ ഒന്യാസായങ്ങ് വെട്ടിക്കളഞ്ഞ തദ്
യത് ദേവഹേളനം. ആ വാക്കിനടി വരയിട്ടിട്ട് മാർജിനിലൊന്ന് എഴുതി വെച്ചോ. ദേവദേവ അർഹസി സാമ്യേന സർവാൻ പ്രതിബോധും അവിദുഷാം. കിട്ടിയില്ലേ? ഹരി ഓം.